നന്ദേട്ടൻ ഇപ്പോഴും ചേച്ചിയുടെ മനസ്സിലൊരിടം കൊടുത്തിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഋഷിയുടെ കേസിൽ ചേച്ചി നന്ദേട്ടന് വേണ്ടി നിൽക്കുന്നേ? നീ പറയുന്നത് ശരിയാ. നന്ദുവിനൊരു സ്ഥാനമുണ്ട്. അതെങ്ങനെയാന്നറിയോ? നന്ദു എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരാളല്ലേ, പ്രത്യേകിച്ചും എന്നോട് ഏറ്റവും അടുത്ത് നിന്ന ആൾ. എന്റെ മണ്ഡലത്തിലെ ഏതൊരു വ്യക്തിയുടെ പ്രശ്നത്തിലും ഞാൻ ഇടപെടും. നന്ദുവിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടണ്ടേ? ദേ ഒറ്റ കുത്തു വെച്ചെന്നാളുണ്ടല്ലോ. ചേച്ചി അസല് രാഷ്ട്രീയക്കാരിയാ. വന്നിപ്പോ ഏത് ചോദ്യത്തിനും ഉത്തരം റെഡിയാ. ചേച്ചി എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറിയാലും ശരി, എനിക്കറിയാം ചേച്ചി ഇപ്പോഴും നന്ദേട്ടനെ പഴയ നന്ദേട്ടനായി തന്നെ അംഗീകരിക്കുന്നു. ഇല്ല ശരി, നന്ദു ഇപ്പൊ എനിക്ക് പഴയ നന്ദുവും പുതിയ നന്ദുവൊന്നും അല്ല. എന്നെ സംബന്ധിച്ച് നന്ദു ഒരു പരിചയക്കാരൻ മാത്രം. ഇസബലിനെയും നന്ദുവിനെയും ഹോം സ്റ്റേയിൽ വെച്ച് കണ്ടത് മരിക്കുന്നത് വരെ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. ഞാനല്ല, ഭൂമിയിൽ ഒരു പെണ്ണും സഹിക്കാത്ത കാര്യം അത്. വേണ്ട, അതൊന്നും ഓർക്കണ്ട. നമുക്ക് വേറെന്തെങ്കിലും പറയാം. അതെ, അങ്ങനെ ചിന്തിച്ചാ മതി ചേച്ചി. നമ്മളോട് അടുത്ത് നിൽക്കുന്ന ചിലര് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും, ചിലപ്പോ കരയിപ്പിക്കും. അപ്പൊ തോന്നും ഇനി ആ ആള് നമ്മുടെ ജീവിതത്തിലേ വേണ്ടാന്ന്. പക്ഷെ ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ നമ്മൾ അറിയാതെ ആ ആളുടെ സാമീപ്യം കൊണ്ട് അനുഭവിക്കുന്ന ചെറിയൊരു ആശ്വാസം നമ്മുടെ ആ പഴയ തീരുമാനത്തെ മാറ്റാൻ പ്രേരിപ്പിക്കും, പഴയതൊക്കെ മാറ്റാൻ നിർബന്ധിപ്പിക്കും. അങ്ങനെയാ ഭൂരിഭാഗം പെണ്ണുങ്ങളും കര കയറി വന്ന കയത്തിലേക്ക് തിരിച്ചു പോകുന്നത്. നീ ഇതൊക്കെ എങ്ങനെയാ പഠിക്കുന്നേ? അത് പുസ്തകങ്ങളിൽ നിന്ന്. പല സ്ത്രീകളുടെ അനുഭവങ്ങളാ അവരുടെ രചനകൾ. അയ്യോ, ഞാനിപ്പോ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. അമ്മേ വേണ്ട, അവൾ എന്നോട് സംസാരിച്ചിരുന്നപ്പോ മറന്നു പോയതാ. ആഹാ, അങ്ങനെ മറക്കാൻ പാടുണ്ടോ? മോളെ, നാളെ വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നന്ദൻ ജയിലിലാവും. ആ ഒരവസ്ഥയെ നേരിടാൻ തയ്യാറായിരിക്കണം നീ. തകർന്നു പോകരുത്. പുറമെ എത്രയൊക്കെ ധൈര്യം അഭിനയിച്ചാലും ആ ഒരു നിമിഷം ചിലപ്പോ തളർന്നു പോവും. നീ വീണു പോകരുത്, പിടിച്ചു നിൽക്കണം. എന്നെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഞാൻ നല്ല ധൈര്യത്തിലാ നിൽക്കുന്നെ.